ഹലോ ഗൈസ്, സ്ട്രേഞ്ചർ തിങ്സിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് കാട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ ഇലവനെയും കൊണ്ട് മൈക്കും ഡസ്റ്റിനും ലൂക്കസും മൈക്കിന്റെ വീട്ടിൽ വരുന്നത് കാണിച്ചുകൊണ്ടാണ്. തണുക്കാതിരിക്കാൻ സ്വന്തം ജാക്കറ്റൊക്കെ ഇലവന് കൊടുത്തിരിക്കുന്ന മൈക്ക് നിന്റെ അച്ഛൻ്റെയോ അമ്മയുടെ നമ്പർ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ മൊട്ടയടിച്ചേക്കുന്നതെന്ന് ചോദിക്കുന്ന ഡസ്റ്റിൻ നിനക്ക് ക്യാൻസറോ മറ്റോ ആണോ എന്ന് ചോദിക്കുന്നു. നീ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണോ എന്ന് ലൂക്കസും ചോദിക്കുന്നു. ഡസ്റ്റിനും ലൂക്കസും കൂടി തുരുതുരാ ചോദ്യം ചോദിക്കുന്നത് മൈക്ക് തടയുന്നു. നിങ്ങളിങ്ങനെ ചോദിച്ചാൽ അവൾ പേടിച്ചു പോകുമെന്ന് പറയുകയും ഇലവനെ ഉടുക്കാനായി ഡ്രസ്സ് എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നു. 3 പേരുടെയും മുന്നിൽ വെച്ച് ഇലവൻ തുണി മാറ്റാൻ നോക്കുമ്പോൾ എല്ലാവരും പേടിച്ചു പോകുന്നു. ആ കാണുന്നത് ബാത്റൂമാണെന്നും അവിടെ പോയി മാറാനും മൈക്ക് കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നു. ബാത്റൂമിന് ചുറ്റും ഇലവൻ നോക്കുമ്പോൾ മൈക്ക് വാതിലടയ്ക്കാൻ നോക്കുന്നു. ഉടനെ ഇലവൻ തടയുന്നു. വാതിൽ ലോക്ക് ചെയ്യേണ്ടേ എന്ന് മൈക്ക് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് ഇലവൻ പറയുന്നു. അപ്പോൾ നിനക്ക് സംസാരിക്കാൻ പറ്റുമല്ലേ എന്ന് പറയുന്ന മൈക്ക് വാതിൽ പതിയെ ചാരിയിട്ടിട്ട് പോകുന്നു. അവൾക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് മൈക്ക് പറയുമ്പോൾ നിന്റെ 4 വയസ്സുള്ള അനിയത്തിക്ക് ഇതിലും നന്നായി സംസാരിക്കാൻ അറിയാമെന്ന് ലൂക്കസ് പറയുന്നു. അവള് നമ്മുടെ മുമ്പിൽ വെച്ചാണ് തുണി മാറാൻ നോക്കിയതെന്ന് ഡസ്റ്റിൻ പറയുമ്പോൾ അവൾക്ക് മാനസികമായ എന്തോ പ്രശ്നമുണ്ടെന്നും മിക്കവാറും ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടി വന്നതാവുമെന്നും ലൂക്കസ് പറയുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും മൊട്ടയും അടിച്ചിങ്ങനെ പെരുമാറുമോ എന്ന് പറയുന്ന ലൂക്കസ് ഇവളെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നെന്ന് പറയുന്നു. ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇവളെ ഇട്ടേച്ച് വരണമായിരുന്നോ എന്ന് മൈക്ക് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ വില്ലിനെ കണ്ടുപിടിക്കാനാണ് ഇറങ്ങിയതെന്നും അതിനു പകരം വേറെ പ്രശ്നങ്ങളെടുത്ത് തലയിൽ വെക്കാനല്ലെന്നും പറയുന്ന ലൂക്കസ് ഇവളുടെ കാര്യം മൈക്കിന്റെ അമ്മ കാരനെ അറിയിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്യുന്നത് അബദ്ധമാണെന്ന് പറയുന്ന മൈക്ക് ഇപ്പോൾ ഇവളുടെ കാര്യം അമ്മയെ അറിയിച്ചാൽ നമ്മൾ രാത്രിയിൽ വില്ലിനെ അന്വേഷിച്ചു പോയത് എല്ലാവരും അറിയുമെന്നും പിന്നീട് നമ്മളെ വീടിന് വെളിയിൽ വിടില്ലെന്നും മൈക്ക് പറയുന്നു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായ ഡസ്റ്റിനും ലൂക്കസും പിന്നെ എന്ത് ചെയ്യുമെന്ന് മൈക്കിനോട് ചോദിക്കുന്നു. അവളെ ഇന്ന് ഇവിടെ കടത്താമെന്നും നേരം വെളുക്കുമ്പോൾ അവളോട് നേരെ വീടിന് മുൻപിൽ വന്ന് കോളിംഗ് ബെല്ലിൽ പിടിച്ച് ഞെക്കാൻ പറയാമെന്നും ഒച്ച കേട്ട് വെളിയിൽ വരുന്ന അമ്മ വഴിതെറ്റി വന്നതാണെന്ന് വിചാരിച്ച് പോലീസിനെയോ ചൈൽഡ് ലൈനിലോ വിളിച്ച് അവൾ എവിടുന്നാണോ വന്നത് അവിടേക്ക് പറഞ്ഞു വിട്ടോളുമെന്നും പറയുന്നു. അതിനുശേഷം നമുക്ക് വില്ലിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നും പറയുന്നു. മൈക്കിന്റെ പ്ലാൻ അംഗീകരിക്കുന്ന ഡസ്റ്റിനും ലൂക്കസും അവിടെ നിന്ന് പോകുമ്പോൾ പുതയ്ക്കാൻ വേണ്ടി മൈക്ക് ഒരു പുതപ്പ് അവൾക്ക് കൊടുക്കുന്നു. നിന്റെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് മൈക്ക് ചോദിക്കുമ്പോൾ ഇലവൻ കയ്യിലെ ടാറ്റു കാണിക്കുന്നു. എന്നിട്ട് ഇതാണ് എൻ്റെ പേരെന്ന് തൊട്ട് കാണിക്കുന്നു. ഇലവനെ മൈക്ക് എല്ലെന്ന് ചുരുക്കി വിളിക്കുന്നു. ശേഷം 2 പേരും ഗുഡ് നൈറ്റ് പറഞ്ഞു കിടക്കാൻ പോകുന്നു. പുറത്തെ കോരിച്ചെറിയുന്ന മഴയും ഇടിയും വെട്ടുമ്പോൾ എന്തൊക്കെയോ ആലോചിക്കുന്ന ഇലവൻ പതിയെ കണ്ണുകൾ അടച്ച് ഉറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ വില്ലിന്റെ വീട്ടിൽ ജൊനാഥൻ ജോയ്സിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. രാവിലെ തന്നെ നോട്ടീസ് അടിക്കാൻ പോകണമെന്നും 10-300 കോപ്പി വേണമെന്നും പറഞ്ഞ് ജോയ്സ് വെപ്രാളം പിടിക്കുമ്പോൾ ജൊനാഥൻ സമാധാനിപ്പിക്കുന്നു. അപ്പോഴേക്കും ജിം ഹോപ്പർ അവിടേക്ക് വരുന്നു. രാത്രി മുഴുവൻ തപ്പിയിട്ടും വില്ലിനെ കണ്ടെത്താനായില്ലെന്ന് ഹോപ്പർ പറയുമ്പോൾ ജോയ്സ് വിഷമിക്കുന്നു. നിങ്ങൾക്ക് ഇന്നലെ ഒരു കോൾ വന്നായിരുന്നെന്ന് ഫ്ലോ പറഞ്ഞെന്ന് ഹോപ്പർ പറയുമ്പോൾ കത്തിപ്പോയ ലാൻഡ് ഫോൺ ജോയ്സ് ഹോപ്പറിനെ കാണിക്കുന്നു. ഇന്നലത്തെ ഇടിമിന്നലിൽ കത്തിപ്പോയതാണെന്ന് ഹോപ്പർ പറയുമ്പോൾ ഞാൻ കേട്ട വിചിത്ര ശബ്ദം ആരുടേതാണെന്ന് ജോയ്സ് ചോദിക്കുന്നു. അത് വില്ലാണെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്നും ഒരു ബ്രീത്തിങ് മാത്രമല്ലേ കേട്ടുള്ളൂ എന്ന് ഹോപ്പർ ചോദിക്കുന്നു. അത് വിൽ തന്നെയാണെന്നും എൻ്റെ മകൻ്റെ ബ്രീത്തിങ് എനിക്ക് നന്നായി അറിയാമെന്നും ജോയ്സ് പറയുന്നു. നീ പലതും ചിന്തിച്ചു കൂട്ടുകയാണെന്ന് ജോയ്സിനോട് പറയുന്ന ഹോപ്പർ ലോണി പിന്നീട് വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നു. ജോയ്സ് ഇല്ലെന്ന് മറുപടി കൊടുക്കുമ്പോൾ എന്നാൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഹോപ്പർ പോകുന്നു. ഹോപ്പറിന് പിന്നാലെ ഓടി വരുന്ന ജൊനാഥൻ ലോണിയെ കാണാൻ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞെങ്കിലും ഹോപ്പർ സമ്മതിക്കുന്നില്ല. നിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ കൂട്ടിന് നീ വേണമെന്ന് ജൊനാഥനോട് പറയുന്നു. അതേസമയം ഇലവന് കഴിക്കാനായി മൈക്ക് ആഹാരം പോക്കറ്റിലിടുന്നു. ശേഷം വേഗം ആഹാരം വെട്ടിവിഴുങ്ങുന്നത് നാൻസി കാണുമ്പോൾ പന്നി തിന്നുന്ന പോലെ തിന്നാതെ പതിയെ കഴിക്കാൻ പറയുന്നു. വെളുപ്പിന് തന്നെ മൈക്കിനെ നാൻസി ചൊടിപ്പിക്കുന്നു. ഇന്നലെ രാത്രി കുറെ പഠിച്ച് വീർത്ത് കാണുമല്ലോ എന്ന് മൈക്ക് അർത്ഥം വെച്ച് ചോദിക്കുമ്പോൾ നാൻസി അവന്റെ കാലിനിട്ട് ചവിട്ടുന്നു. തിരിച്ചും മൈക്ക് ചവിട്ടുമ്പോൾ കാരൻ ഇടപെടുന്നു. ഇതേ സമയം ഇലവൻ മൈക്കിന്റെ റേഡിയോ ഫോൺ എടുത്ത് നോക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് വരുന്ന മൈക്ക് ഇലവൻ ആഹാരം കൊടുക്കുന്നു. ശേഷം വീടിന് വെളിയിൽ പോയി കോളിംഗ് ബെൽ അടിക്കാനും അമ്മ വെളിയിൽ വരുമ്പോൾ നീ വഴിതെറ്റി വന്നതാണെന്നും സഹായം വേണമെന്ന് പറയണമെന്നും ഇന്നലെ ഞങ്ങളെ കണ്ട കാര്യം ഒരിക്കലും പറയരുതെന്നും ഇലവനോട് പറയുന്നു. ബാക്കിയൊക്കെ അമ്മ നോക്കിക്കൊള്ളുമെന്നും മൈക്ക് പറയുമ്പോൾ ഇലവൻ സമ്മതിക്കുന്നില്ല. ഇലവന്റെ മുഖഭാവം ശ്രദ്ധിക്കുന്ന മൈക്കിന് കാര്യങ്ങൾ ചെറുതായി മനസ്സിലാവുന്നു. തിരിച്ചു പോയാൽ നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് മൈക്ക് ചോദിക്കുമ്പോൾ
ഉപദ്രവിക്കുക മാത്രമല്ല എന്നെയും നിന്നെയും ഒക്കെ കൊന്നുകളയുമെന്നും ഇലവൻ കൈകൊണ്ട് കാണിക്കുന്നു. അപ്പോഴേക്കും കാരൻ മൈക്കിനെ സ്കൂളിൽ പോകാനായി വിളിക്കുന്നു. അതേസമയം നാഷണൽ ലബോറട്ടറിയിൽ ബ്രണ്ണർ സഹ ഉദ്യോഗസ്ഥയുമായി സംസാരിക്കുന്നു. ശേഷം ഇന്നലെ ജോയ്സ് പോലീസിനോട് സംസാരിക്കുന്നത് ടാപ്പ് ചെയ്ത് കേൾക്കുന്നു. ഫോണിലൂടെ എന്തോ വിചിത്രമായി കേട്ടെന്നും എന്തോ ഒരു മൃഗത്തിന്റെ ഒച്ചയാണെന്നും ജോയ്സ് പറയുന്നത് ബ്രണ്ണർ ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഇതിനിടയിൽ ഹോപ്പറും സംഘവും വീണ്ടും തിരച്ചിൽ തുടരുന്നു. ജോയ്സും ഹോപ്പറും തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലല്ലായിരുന്നു എന്ന് സഹ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു. അതേസമയം ഹോക്കിൻസ് ഹൈസ്കൂളിൽ നാൻസിയും ബാർബരയും പരീക്ഷ എഴുതാൻ പോകുന്നു. അതിനിടയിലേക്ക് വരുന്ന സ്റ്റീവും സംഘവും നാൻസിയെ വൈകുന്നേരം നടക്കുന്ന പാർട്ടിക്ക് ക്ഷണിക്കുന്നു. ഇതിനിടയിൽ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ജൊനാഥൻ വില്ലിനെ കാണുവാനില്ല എന്ന നോട്ടീസ് പതിക്കുന്നത് നാൻസിയും മറ്റും കാണുന്നു. അനിയനെ ഇവൻ തന്നെ കൊന്നതായിരിക്കുമെന്ന് സ്റ്റീവും കൂട്ടുകാരും കളിയാക്കുമ്പോൾ നാൻസി ജൊനാഥനടുത്തേക്ക് പോകുന്നു. വില്ലിനൊന്നും സംഭവിക്കില്ലെന്നും അവനെ വേഗം കണ്ടുകിട്ടുമെന്നും നാൻസി ജൊനാഥനോട് പറയുന്നു. അപ്പോഴേക്കും സ്കൂളിൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയും വൈകുന്നേരം 8 മണിക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കാണാതായ വില്ലിനു വേണ്ടി ഒരു അസംബ്ലി ഉണ്ടാകുമെന്നും പറയുന്നു. ഇതേ സമയം മിഡിൽ സ്കൂളിൽ ലൂക്കസും ഡസ്റ്റിനും ക്ലാസ്സിലിരിക്കുമ്പോൾ മൈക്ക് എന്താണ് ഇത്രയും വൈകുന്നതെന്ന് സംശയിക്കുന്നു. അവന്റെ പ്ലാൻ മിക്കവാറും പാളിപ്പോയെന്ന് ലൂക്കസ് പറയുമ്പോൾ രാത്രി ഒരു പെങ്കൊച്ചിനെ വീട്ടിൽ കയറ്റിയെന്ന് അവന്റെ അമ്മയെങ്ങാനും പറഞ്ഞാൽ എല്ലാം തീരുമെന്ന് ഡസ്റ്റിൻ പറയുന്നു. ആ കേസൊക്കെ വിടാനും രാത്രിയിൽ ഇനി വില്ലിനെ അന്വേഷിച്ച് പോകാനുള്ളതാണെന്നും ലൂക്കസ് പറയുന്നു. വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കഴിയുമ്പോൾ മൈക്ക് തിരിച്ചു വരുന്നു. സ്കൂളിൽ പോകാതെ ഇലവനെ കൂട്ടിയിരിക്കുന്ന മൈക്ക് അവന്റെ വീടൊക്കെ ഇലവന് പരിചയപ്പെടുത്തുന്നു. ചുവരിൽ വച്ചേക്കുന്ന ഫോട്ടോസ് ഇലവൻ നോക്കുന്നു. അതിൽ നാൻസിയെ കണ്ട് സുന്ദരിയാണെന്ന് ഇലവൻ പറയുന്നു. പിന്നീട് അപ്പന്റെ ചാരു ഹസേരയിൽ കിടന്നും മറ്റുമൊക്കെ ഇരുവരും സമയം കളയുന്നു. അതേസമയം കാർ ഓടിച്ചു പോകുന്ന ജൊനാഥൻ വില്ലിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുകയും ഫ്ലാഷ് ബാക്കിൽ ഇരുവരും ഇതേ പാട്ട് ഒരുമിച്ചിരുന്നത് കേൾക്കുന്നതും ഓർക്കുന്നു. ഇതിനിടയിൽ ജോയ്സ് അവൾ വർക്ക് ചെയ്യുന്ന സ്റ്റോറിലേക്ക് പോകുന്നു. ഇന്ന് വർക്ക് ചെയ്യാനല്ല വന്നതെന്നും ഇന്നലെ ഫോൺ അടിച്ചു പോയെന്നും പുതിയൊരെണ്ണം വേണമെന്നും മുതലാളിയോട് ജോയ്സ് പറയുന്നു. ഫോണിന്റെ ബില്ല് മുതലാളി അടിക്കുമ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് പണം തരാമെന്ന് ജോയ്സ് പറയുന്നു. അതിനൊക്കെ സമ്മതം മൂളിക്കൊണ്ട് മുതലാളി അവൾക്ക് ഫോൺ കൊടുക്കുന്നു. ഇതേ സമയം ഒരു റിപ്പയർമാൻ വില്ലിന്റെ വീടിന്റെ വാതിൽ മുട്ടുന്നു. വീട്ടിൽ ആരുമില്ലെന്ന് റിപ്പയർമാൻ വിളിച്ചു പറയുമ്പോൾ അടുത്തുള്ള വാനിൽ നിന്നും ബ്രണ്ണറും സംഘവും സ്യൂട്ടും ഹെൽമെറ്റും ധരിച്ചുകൊണ്ട് ഇറങ്ങുന്നു. സ്കാനേഴ്സ് ഉപയോഗിച്ച് വീടും പരിസരവും ബ്രണ്ണറും സംഘവും പരിശോധിക്കുന്നു. അടുത്തുള്ള ഷെഡിലേക്ക് സ്കാനറും കൊണ്ട് കയറുന്ന ബ്രണ്ണർ ഹോപ്പർ നോക്കിയ മൂലയിൽ നിന്നും സ്കാനറിലേക്ക് സിഗ്നൽ കിട്ടുന്നതായി കാണുകയും എന്തോ ഒരു കറുത്ത ദ്രാവകം ചുവരിൽ നിന്ന് ഒലിക്കുന്നതും കാണുന്നു. ഇതിനിടയിൽ മൈക്ക് ഇലവനെ അവന്റെ കളിപ്പാട്ടങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇലവന്റെ ശ്രദ്ധ അടുത്തുള്ള ഒരു ട്രോഫിയിലേക്ക് പോകുന്നു. സയൻസ് ഫെയറിന് എനിക്ക് കിട്ടിയ ട്രോഫീസാണ് ഇതെല്ലാമെന്ന് മൈക്ക് പറയുമ്പോൾ ട്രോഫിക്കടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോ ഇലവൻ ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് മുഖഭാവം മാറുന്ന ഇലവൻ ഫോട്ടോയിലേക്ക് ശ്രദ്ധിച്ചു നോക്കുകയും വില്ലിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. നിനക്ക് വില്ലിനെ അറിയാമോ എന്നും ഇന്നലെയാണോ കണ്ടതെന്നും ഒക്കെ മൈക്ക് ചോദിക്കുമ്പോൾ അവരുടെ വീടിന് മുന്നിലേക്ക് ഒരു കാർ വരുന്നു. ജനാലയിലൂടെ നോക്കുമ്പോൾ മൈക്കിന്റെ അമ്മ കാരൻ തിരിച്ചു വരുന്നത് മൈക്ക് കാണുകയും വേഗം ഇലവനെയും കൂട്ടി ബേസ്മെന്റിലേക്ക് ഓടാൻ നോക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും കാരൻ വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നു. ഇതോടെ തിരിച്ച് റൂമിലേക്ക് മൈക്ക് ഇലവനെയും കൂട്ടി ഓടുന്നു. ആരോ ഓടുന്ന ഒച്ച കാരൻ കേൾക്കുകയും അത് ആരാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇലവനെ മുറിയിലെ അലമാരയിൽ ഒളിപ്പിക്കാൻ മൈക്ക് ശ്രമിക്കുന്നു. അലമാരയിൽ കയറുന്ന ഇലവന് ഇടുങ്ങിയ ഇരുട്ടുമുറി കാണുമ്പോൾ പലതും ഓർമ്മ വരുന്നു. ഹോസ്പിറ്റൽ ഗൗൺ ഇട്ടു നിൽക്കുന്ന ഇലവനെ 2 പേർ ചേർന്ന് എടുത്തുകൊണ്ടു പോകുന്നതും തൊട്ടുപുറകിൽ നിൽക്കുന്ന ഡോക്ടർ ബ്രണ്ണറിനെ പപ്പ പപ്പ എന്ന് ഇലവൻ വിളിക്കുകയും ഒരു ചെറിയ ഇരുട്ടുമുറിയിൽ അവളെ അടച്ചിടുകയും ചെയ്യുന്നത് ഇലവൻ ഓർത്ത് കരയുന്നു. അതേസമയം മൈക്ക് കാരനോട് സംസാരിക്കുന്നു. പനി ആയതുകൊണ്ടാണ് സ്കൂളിൽ പോകാത്തതെന്നൊക്കെ മൈക്ക് പറയുമ്പോൾ വില്ലിന്റെ മിസ്സിങ്ങിനെ തുടർന്നുള്ള വിഷമം കൊണ്ടാണ് മൈക്ക് സ്കൂളിൽ പോകാത്തതെന്ന് കാരൻ വിചാരിക്കുന്നു. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയണമെന്ന് കാരൻ പറയുമ്പോൾ ഇതിപ്പോൾ ലാഭമായല്ലോ എന്ന മട്ടിൽ മൈക്ക് ഇരിക്കുന്നു. ശേഷം തിരിച്ച് റൂമിലേക്ക് വരുന്ന മൈക്ക് കരഞ്ഞു തളർന്നിരിക്കുന്ന ഇലവനെ കാണുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് ഇലവൻ പറയുന്നു. അതേസമയം ജോയ്സ് തിരിച്ച് വീട്ടിൽ വരികയും വാങ്ങിച്ച ഫോൺ എടുത്ത് ഭിത്തിയിൽ കണക്ട് ചെയ്യുന്നു. ശേഷം ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നു. ഇതിനിടയിൽ ഹോപ്പറും സംഘവും വില്ലിനെ തിരഞ്ഞ് അടുത്തുള്ള ക്വാറിയിലേക്ക് എത്തുന്നു. ഇവിടുന്ന് താഴേക്ക് വീണാൽ എല്ലുപോലും കിട്ടില്ലെന്ന് ഹോപ്പർ പറയുമ്പോൾ ഓഫീസിൽ നിന്ന് ഫ്ലോ വിളിക്കുകയും ബെന്നിയുടെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാൻ പറയുകയും ചെയ്യുന്നു.
പിന്നീട് റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്ന ഹോപ്പറും സംഘവും സ്വയം വെടിവെച്ച് മരിച്ചതുപോലെ കിടക്കുന്ന ബെന്നിയെ കാണുന്നു. സൂയിസൈഡ് ആണെന്ന് പറയുന്ന സഹ ഉദ്യോഗസ്ഥൻ ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ഇതെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇതിനിടയിൽ ലോണിയെ കാണാനായി പോയ ജൊനാഥൻ ലോണിയുടെ വീടിന് മുന്നിൽ വരുന്നു. വീടിന്റെ കതകിൽ മുട്ടുമ്പോൾ ലോണിയുടെ ഗേൾഫ്രണ്ട് സിന്ധ്യ കതക് തുറക്കുന്നു. ലോണി അകത്തുണ്ടോ എന്ന് ജൊനാഥൻ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് സിന്ധ്യ പറയുന്നു. പെട്ടെന്ന് വീടിനുള്ളിലേക്ക് കയറി വില്ലിനെ തിരയുന്ന ജൊനാഥൻ ലോണിയെ കയറി പിടിക്കുന്നു. ജൊനാഥൻ തന്റെ മകനാണെന്ന് ലോണി സിന്ധ്യയോട് പറയുന്നു. സ്കൂൾ കഴിഞ്ഞ് നേരെ മൈക്കിന്റെ വീട്ടിലേക്ക് ലൂക്കസും ഡസ്റ്റിനും സൈക്കിൾ ചവിട്ടി വരുന്നു. വീട്ടിൽ വരുന്ന ഇരുവരും മൈക്കിന്റെ കട്ടിലിൽ ഇരിക്കുന്ന ഇലവനെ കാണുന്നതോടെ അത്ഭുതപ്പെടുന്നു. നിനക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ എന്ന് ലൂക്കസ് ചോദിക്കുമ്പോൾ സമാധാനപ്പെടാൻ പറയുന്ന മൈക്ക് വില്ല് എവിടെയുണ്ടെന്ന് ഇലവൻ അറിയാമെന്ന് പറയുന്നു. അവൾ വില്ലിനെ നേരത്തെ കണ്ടിട്ടുണ്ടെന്നും അത് ഈ ഫോട്ടോയിലൂടെ ചൂണ്ടിക്കാണിച്ചെന്നും പറയുന്നു. വില്ല് എവിടെയാണെന്ന് ഇവൾക്ക് അറിയാമെങ്കിൽ പിന്നെന്താണ് ഇവളത് പറയാത്തതെന്ന് പറയുന്ന ലൂക്കസ് വില്ല് എവിടെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് അവളെ പേടിപ്പിക്കുന്നു. ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ലെന്നും കാരനോട് കാര്യങ്ങൾ പറയാമെന്നും ലൂക്കസ് പറയുന്നു. ആരോടേലും ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കുഴപ്പമാകുമെന്നാണ് ഇലവൻ പറഞ്ഞതെന്ന് മൈക്ക് പറയുന്നു. എന്തു കുഴപ്പമാണെന്ന് ഡസ്റ്റിൻ ചോദിക്കുന്നു. നമ്മളുടെയും അവളുടെയും ഒക്കെ ജീവന് തന്നെ ആപത്താണെന്ന് മൈക്ക് ഇലവൻ കാണിച്ചതുപോലെ കാണിക്കുന്നു. ഇതൊന്നും വിശ്വസിക്കാത്ത ലൂക്കസ് കാരനോട് പറയാനായി റൂമിന് വെളിയിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് വാതിലടയുന്നു. ഒന്നുകൂടി കതക് തുറക്കാൻ നോക്കിയെങ്കിലും വീണ്ടും കതക് അടയുകയും ഡോറ് ലോക്ക് ആകുകയും ചെയ്യുന്നതോടെ എല്ലാവരും പുറകിലിരിക്കുന്ന ഇലവനെ നോക്കുന്നു. സ്വന്തം പവർ ഉപയോഗിച്ചത് മൂലം മൂക്കിൽ നിന്ന് ചോര വരുന്ന ഇലവൻ നിങ്ങൾ ആരെയും കാണാൻ പോകുന്നില്ലെന്ന് പറയുന്നു. ഇതിനിടയിൽ ജൊനാഥൻ ലോണിയുടെ കാറിന്റെ ഡിക്കി വരെ പരിശോധിക്കുന്നു. വില്ല് ഇവിടെ ഇല്ലെന്ന് 1000 തവണ പറഞ്ഞതല്ലേ എന്ന് ലോണി പറയുന്നു. നിന്റെ അമ്മയോട് ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറയാനും ഇതേപോലെ ഏതെങ്കിലും സിറ്റിക്കടുത്ത് താമസിക്കാനും നിന്നെയെങ്കിലും ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ എന്നും പറയുന്നു. ശേഷം വില്ലിന്റെ ഒരു മിസ്സിംഗ് നോട്ടീസ് കൂടി കൊടുത്ത ശേഷം ജൊനാഥൻ അവിടെ നിന്നും പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ ബെന്നിയുടെ സുഹൃത്തിനെ ഹോപ്പർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. എന്തെങ്കിലും അസ്വാഭാവികമായി ബെന്നി പറഞ്ഞോ എന്ന് ഹോപ്പർ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്ന സുഹൃത്ത് ഞങ്ങൾ ഒരുമിച്ച് മീൻ പിടിക്കാൻ പോകാനിരുന്നതാണെന്ന് പറയുന്നു. ഏതെങ്കിലും ശത്രുക്കൾ ബെന്നിക്കുണ്ടോ എന്ന് ഹോപ്പർ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്നു. അവസാനമായി എപ്പോഴാണ് ബെന്നിയെ കണ്ടതെന്ന് ഹോപ്പർ ചോദിക്കുമ്പോൾ ഇന്നലെയാണെന്ന് സുഹൃത്ത് പറയുന്നു. നിങ്ങൾ മാത്രമേ റെസ്റ്റോറൻറ്റിൽ ഉള്ളായിരുന്നോ എന്ന് ഹോപ്പർ ചോദിക്കുമ്പോൾ ഞാനും ഹെൻറിയും പിന്നെ ഒരു കൊച്ചു പയ്യനും ഉണ്ടായിരുന്നെന്ന് പറയുന്നു. പെട്ടെന്ന് ഹോപ്പർ ഏതു പയ്യനാണെന്ന് ചോദിക്കുന്നു. ഇന്നലെ രാത്രിയിൽ ബെന്നിയുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു പയ്യൻ ആഹാരം മോഷ്ടിക്കാൻ ശ്രമിച്ചെന്നും അവനെ ബെന്നി കൈയോടെ പൊക്കിയെന്നും സുഹൃത്ത് പറയുന്നു. അപ്പോഴേക്കും വില്ലിന്റെ ഫോട്ടോ ഹോപ്പർ കാണിച്ചുകൊണ്ട് ഇതാണോ നിങ്ങൾ കണ്ട ചെറുക്കൻ എന്ന് ചോദിക്കുന്നു. ഞാൻ കണ്ടത് മൊട്ടയടിച്ച ഒരു പയ്യനെയാണെന്നും ചിലപ്പോൾ ഇത് അവനായിരിക്കുമെന്ന് സുഹൃത്ത് പറയുന്നു. രാത്രിയിൽ റൂമിലിരുന്ന് ബാർബേരയെ വിളിക്കുന്ന നാൻസി എന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങാനും 1 മണിക്കൂറിനുള്ളിൽ കാണാമെന്നും പറയുന്നു. ഡിന്നറിനിടയിൽ ആഹാരമൊന്നും കഴിക്കാതെ ഡസ്റ്റിനും ലൂക്കസും മൈക്കും കിളി പോയതുപോലെ ഇരിക്കുമ്പോൾ വില്ലിന്റെ മിസ്സിങ്ങിനോടനുബന്ധിച്ച് സ്കൂളിൽ ഒരു അസംബ്ലി ഉണ്ടെന്ന് പറയുന്ന നാൻസി ബാർബരയും കൂട്ടിനുണ്ടെന്നും പൊക്കോട്ടെ എന്നും ചോദിക്കുന്നു. 10 മണിക്ക് മുൻപ് വീട്ടിൽ കയറണമെന്ന് കാരൻ മുന്നറിയിപ്പ് കൊടുക്കുന്നു. വില്ലിനെ അന്വേഷിച്ച് ഹോപ്പറും സംഘവും ബെന്നിയുടെ റെസ്റ്റോറന്റിന് സമീപ പ്രദേശം മുഴുവൻ തിരയുന്നു. അതിനിടയിൽ അടുത്തുള്ള ഡ്രെയിനേജ് പൈപ്പിൽ നിന്നും ഒരു കീറിയ ഹോസ്പിറ്റൽ ഗൗണിന്റെ കഷ്ണം കിട്ടുന്നു. പൈപ്പ് വരുന്ന വഴി പിന്തുടർന്നു പോകുന്ന ഹോപ്പർ നേരെ നാഷണൽ ലബോറട്ടറിയുടെ വേലിക്കരികിൽ വരുന്നു. ഇലവനുള്ള ആഹാരവുമായി മൈക്കും കൂട്ടുകാരും അവൾക്ക് മുന്നിലേക്ക് വരുന്നു. കൂട്ടുകാരനെ കാണാത്തതിലുള്ള വിഷമം കൊണ്ടാണ് ദേഷ്യപ്പെട്ടതെന്ന് ഡസ്റ്റിനും ലൂക്കസും പറയുന്നു. എന്താണ് കൂട്ടുകാരനെന്ന് ഇലവൻ ചോദിക്കുന്നു. കൂട്ടുകാരൻ എന്നത് നമുക്ക് വേണ്ടി എന്തും ചെയ്യുന്നവനാണെന്നും കൂട്ടുകാർ ഒരിക്കലും വാക്ക് തെറ്റിക്കില്ലെന്നും എന്ത് സഹായത്തിനും കൂട്ടുകാരൻ വേണമെന്നും മൈക്ക് ഇലവനോട് വിശദീകരിക്കുന്നു. അതേസമയം നാൻസിയും ബാർബരയും സ്റ്റീവിന്റെ പാർട്ടിക്ക് പോകുന്നു. അവന്റെ ഉദ്ദേശം വേറെയാണെന്ന് ബാർബര നാൻസിയോട് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ലെന്നും എന്റെ സുരക്ഷയ്ക്ക് കൂടെ നീയില്ലേ എന്നും പറയുന്നു. ശേഷം ഇരുവരും സ്റ്റീവിന്റെ വീട്ടിലേക്ക് പോകുന്നു. ബേസ്മെന്റിൽ മൈക്കും മറ്റുള്ളവരും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇലവൻ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് കളിക്കുന്ന ടേബിളിന് മുന്നിൽ വരുന്നു. ശേഷം കണ്ണടച്ചെന്തോ ഓർക്കുന്ന ഇലവൻ ടേബിളിന് മുകളിലിരിക്കുന്ന ഒരു കരുവെടുത്ത് ഇതാണ് വില്ലെന്ന് പറയുന്നു. അടുത്തേക്ക് വന്നിരിക്കുന്ന മൈക്ക് വില്ല് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസിന്റെ ബോർഡ് കമഴ്ത്തി വെക്കുന്ന ഇലവൻ വില്ലിന്റെ കരുവെടുത്ത് നടുക്കു വെക്കുന്നു. ശേഷം വില്ല് ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. നിന്നെ ഉപദ്രവിക്കാൻ വന്നവരിൽ നിന്നാണോ വില്ല് ഒളിഞ്ഞിരിക്കുന്നതെന്ന് മൈക്ക് ചോദിക്കുമ്പോൾ ഇലവൻ അല്ലെന്ന് പറയുന്നു. പിന്നെ ആരിൽ നിന്നാണ് വില്ല് ഒളിഞ്ഞിരിക്കുന്നതെന്ന് മൈക്ക് ചോദിക്കുമ്പോൾ ഇലവൻ മറ്റൊരു കരുവായ ഡെമോഗോർഗനെ എടുത്തു വെക്കുന്നു. ഇതോടെ 3 പേരും ഞെട്ടുന്നു. ലോണിയെ കണ്ട ശേഷം തിരിച്ചു വരുന്ന ജൊനാഥൻ ഒരു ക്യാമറയുമായി വില്ലിന്റെ സൈക്കിൾ കിടന്ന സ്ഥലത്തേക്ക് വരുന്നു.
ശേഷം ഓരോ മൂലയും ജനാർദ്ദൻ ഫോട്ടോ എടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടിയുടെ അലർച്ച കേൾക്കുന്നു. എന്താണ് സംഭവമെന്നറിയാനായി ഒച്ച കേട്ട ഭാഗത്തേക്ക് ജനാർദ്ദൻ ഓടുന്നു. എന്നാൽ ഒച്ച കേൾക്കുന്നത് സ്റ്റീവിന്റെ വീട്ടിലെ പാർട്ടി കാരണമാണെന്ന് ജനാർദ്ദന് മനസ്സിലാവുന്നു. എല്ലാവരും കുടിക്കുന്നത് പോലെ നാൻസി ബാർബറയ്ക്ക് ഒരു ബിയർ ക്യാൻ എടുത്തു കൊടുക്കുന്നു. എങ്ങനെ തുറക്കണമെന്നറിയാത്ത ബാർബര കൈമുറിക്കുന്നു. ഇതെല്ലാം ജനാർദ്ദൻ അടുത്ത് ഫോട്ടോ എടുക്കുന്നു. ബാർബര ബാത്റൂമിലേക്ക് പോയ പുറകെ സ്റ്റീവ് നാൻസിയെ സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിടുകയും വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയും ചെയ്യുന്നു. ഇതേസമയം ഫോണിന് കാവലിരുന്ന് ജോയ്സ് ഉറങ്ങിപ്പോകുന്നു. പെട്ടെന്ന് ഫോൺ റിംഗ് ചെയ്യുന്നതോടെ ഞെട്ടിയെണീക്കുന്ന ജോയ്സ് ഫോൺ എടുക്കുന്നു. ഫോണിലൂടെ ഇന്നലെ കേട്ട അതേ ബ്രീത്തിങ് ജോയ്സ് വീണ്ടും കേൾക്കുന്നു. നീ എവിടെയാണെന്നും എന്തെങ്കിലും ഒന്ന് പറയാനും പറഞ്ഞുകൊണ്ട് ജോയ്സ് കരയുമ്പോൾ ഫോണിലൂടെ വില്ല അമ്മ എന്ന് വിളിക്കുകയും വീട്ടിലെ കരണ്ട് മുഴുവൻ ഒന്ന് മിന്നിക്കത്തുകയും ചെയ്യുന്നു. ഫോണിലൂടെ വിചിത്ര ശബ്ദങ്ങൾ ജോയ്സ് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ കത്തിപ്പോകുന്നു. ഇതോടെ പൊട്ടിക്കരയുന്ന ജോയ്സ് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. പെട്ടെന്ന് വീട്ടിലെ ലൈറ്റുകൾ മിന്നിക്കത്തുന്നു. ഇതെന്താണ് സംഭവമെന്നറിയാത്ത ജോയ്സ് ജനാർദ്ദൻ വന്നതാണോ എന്നറിയാനായി അവന്റെ റൂമിനരികിലേക്ക് പോകുന്നു. പോകുന്ന വഴി വീട്ടിലെ ലൈറ്റുകൾ വീണ്ടും മിന്നിക്കത്തുന്നു. പെട്ടെന്ന് ജനാർദ്ദന്റെ റൂമിലെ പാട്ട് സെറ്റ് ഓൺ ആവുന്നു. പേടിച്ചു പോകുന്ന ജോയ്സ് രണ്ടും കൽപ്പിച്ച് റൂമിന്റെ വാതിൽ തുറക്കുന്നു. അകത്ത് വില്ലിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് തനിയെ ഓണായത് ജോയ്സ് ശ്രദ്ധിക്കുന്നു. ഇത് വില്ലാണോ എന്ന് ജോയ്സ് ആലോചിച്ചു നിൽക്കുമ്പോൾ ഭിത്തിയിൽ ഒരു രൂപം വെളിയിലേക്ക് തള്ളി വരുന്നത് ജോയ്സ് കാണുന്നു. ഇതോടെ പേടിച്ചു പോകുന്ന ജോയ്സ് അലറിക്കൊണ്ട് വെളിയിലേക്ക് ഓടുന്നു. കാർ എടുത്തുകൊണ്ട് പോകാൻ ജോയ്സ് നോക്കുമ്പോൾ വീണ്ടും ജനാർദ്ദന്റെ മുറിയിൽ നിന്നും വില്ലിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ജോയ്സ് കേൾക്കുന്നു. ഇതോടെ രണ്ടും കൽപ്പിക്കുന്ന ജോയ്സ് കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്നു. സ്വിമ്മിംഗ് പൂളിലെ നീരാട്ടമൊക്കെ കഴിഞ്ഞു വരുന്ന നാൻസിയെ സ്റ്റീവ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നാൻസിയെ ബാർബര തടയാൻ നോക്കിയെങ്കിലും ബാർബരയോട് വീട്ടിൽ പോകാൻ നാൻസി പറയുന്നു. നാൻസി ഇപ്പോൾ പഴയതുപോലെ അല്ലെന്ന് ബാർബര പറയുന്നു. എനിക്കൊരു മാറ്റവുമില്ലെന്ന് പറയുന്ന നാൻസി ബാർബരയോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞ ശേഷം സ്റ്റീവിന്റെ റൂമിലേക്ക് പോകുന്നു. ഇതേസമയം ജനാർദ്ദൻ കുറ്റിക്കാട്ടിൽ നിന്ന് സ്റ്റീവിന്റെ റൂമിൽ നടക്കുന്നതൊക്കെ ഫോട്ടോ എടുക്കുന്നു. നാൻസി പൊക്കോളാൻ പറഞ്ഞെങ്കിലും ബാർബര പോകാതെ സ്വിമ്മിംഗ് പൂളിന് അരികിലിരിക്കുന്നു. ജനാർദ്ദൻ ബാർബരയെ ഫോട്ടോ എടുക്കുന്നു. അതിനിടയിൽ ബാർബരയുടെ കയ്യിലെ മുറിവിൽ നിന്ന് ചോര സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്നു. പെട്ടെന്ന് അവിടുത്തെ ലൈറ്റുകളൊക്കെ കെടുന്നു. ബാർബര മുറിവിൽ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ ഒരു ശബ്ദം കേൾക്കുകയും തിരിഞ്ഞു നോക്കുന്ന ബാർബരയ്ക്ക് മുന്നിൽ ഒരു ഭീകരജീവി വന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഒച്ച കേട്ട് ഞെട്ടുന്ന ജനാർദ്ദൻ അവിടേക്ക് നോക്കുമ്പോൾ ബാർബര ഇടുന്നിടത്ത് ഒരു പൊടി പോലും കാണുന്നില്ല. ശേഷം ജനാർദ്ദൻ തിരിച്ചു പോകുന്നു. ഇതിനിടയിൽ നാൻസിയും സ്റ്റീവും തമ്മിൽ ചുംബിക്കുകയും ബാക്കി കലാപരിപാടികളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ലൈറ്റുകൾ വീണ്ടും ഓൺ ആകുന്നത് കാണിച്ചുകൊണ്ട് സ്ട്രേഞ്ചർ തിങ്സിന്റെ 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. ബാർബരയ്ക്ക് പുറകിൽ വന്ന ജീവി എന്താണെന്നും ഇതേ ജീവി തന്നെയാണ് വില്ലിനെ പിടിച്ചതെന്നും ലൈറ്റുകൾ മിന്നിക്കത്തുന്നതിന്റെ കാരണവും ഇലവനും ബ്രണ്ണറും തമ്മിലുള്ള ബന്ധവും എന്താണെന്ന് അറിയാനായി അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ. അൻറ്റിൽ ദെൻ ഇറ്റ്സ് മീ മാനിക് സ്ട്രീം സൈനിങ് ഓഫ്.